ചെറിയൊരു ഇൻഫർമേഷൻ വീഡിയോ ആണ്. നാട്ടിൽ ഒരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞ് ഗർഭിണിയായി. ആ ഗർഭിണിയായിട്ട് സിസേറിയൻ ആയിരുന്നു. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഓപ്പറേഷന് മുമ്പ് ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യണം. അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ HIV പോസിറ്റീവ് ആണെന്ന് മനസ്സിലായി. HIV പോസിറ്റീവ് ആണെന്ന് മനസ്സിലായപ്പോൾ ആ കുട്ടിയുടെ ഹസ്ബൻഡിൻ്റെയും ടെസ്റ്റ് ചെയ്തു. ഹസ്ബൻഡിനും HIV പോസിറ്റീവ് ആണ്. അതുകൂടാണ്ട് ഈ കുട്ടികളുടെ അമ്മയുടെ അച്ഛൻ്റെയും ടെസ്റ്റ് ചെയ്തു. അപ്പോൾ അവർക്ക് ഒന്നും HIV ഇല്ല. അപ്പോൾ അങ്ങനെ മനസ്സിലായി, ഒന്നില്ലെങ്കിൽ ഈ കുട്ടിയിൽ നിന്ന് ഹസ്ബൻഡിന് കിട്ടിയതായിരിക്കും, അവരുടെ ഹസ്ബൻഡിൽ നിന്ന് ഈ കുട്ടിക്ക് കിട്ടിയതായിരിക്കും. അങ്ങനെ ഇവർ ഹിസ്റ്ററി എടുക്കും എപ്പോഴും. ഇത് ഏതൊക്കെയാണ്, ഇനിയിപ്പോൾ ഇവർ വേറെ വല്ലവരുടെ കോൺടാക്ട് ഉണ്ടോ എന്നൊക്കെ അറിയാനൊക്കെ ആയിട്ടുള്ളത് നമ്മുടെ കമ്മ്യൂണിറ്റി ലെവലിൽ അവരൊരു ഇത് ചെയ്യും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ആൾ പുറത്താണെന്ന് മനസ്സിലായി. അങ്ങനെ ആൾക്ക് കൗൺസിലിംഗ് കൊടുത്തു. അങ്ങനെ ഈ സംഭവങ്ങൾ പുള്ളിക്കാരൻ എങ്ങനെ കിട്ടിയെന്നുള്ളത് മനസ്സിലായി. പുള്ളിക്കാരൻ ഇതുപോലെ അൺപ്രൊട്ടക്റ്റഡ് സെക്സ് വർക്കറിൻ്റെ അടുത്ത് പോയി ചെയ്തിട്ടാണ് പുള്ളിക്കാരന് HIV കിട്ടിയെന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വന്നത്, നമ്മൾ ഒരു കല്യാണത്തിന് മുമ്പ് ഒരു ആളെ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നതിന് മുമ്പ് മസ്റ്റായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ ബ്ലഡ് ടെസ്റ്റുകൾ. അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, നമ്മൾ ഒരാളെ നമ്മുടെ സ്നേഹിക്കുന്ന ഒരാൾക്ക് ഇത് കൊടുക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. നമുക്ക് പറയാൻ പറ്റില്ല, ഇന്നത്തെ കാലത്ത് ഡ്രഗ് ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. സിറിഞ്ചുകൾ മാറി മാറി കുത്തുന്നവരുണ്ട്. ഈ പറഞ്ഞ പോലെ മനഃപൂർവ്വം നമ്മുടെ മേത്ത്, നമ്മളറിയാണ്ട് നമ്മുടെ മേത്ത് ഈ വൈറസ് കയറ്റണ സംഘങ്ങളുണ്ടെന്നാണ് പറയണത്. എന്നാലും അതൊക്കെ വളരെ കുറവാണ്. എന്നാലും കൂടുതലും ഇത് സംഭവിക്കുന്നത് അൺപ്രൊട്ടക്റ്റഡ് സെക്സും ഈ പറഞ്ഞ പോലെ ഡ്രഗുകൾ, സിറിഞ്ചുകളും സംഭവങ്ങളൊക്കെ മാറി മാറി ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഇത് കൂടുതലും ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്തമാണ് ഇത് ടെസ്റ്റ് ചെയ്യാന്നുള്ളത്. നമ്മൾ സ്നേഹിക്കുന്ന ഒരാൾക്ക് ഇത് കൊടുക്കാണ്ടിരിക്കാൻ, അല്ലെങ്കിൽ ഒരാൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപാട് പ്രതീക്ഷകളും നല്ലൊരു ജീവിതം സ്വപ്നം കണ്ട് വന്നു കഴിഞ്ഞിട്ട് ഇതുപോലൊക്കെ സംഭവിച്ചാൽ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കി. അപ്പോൾ ഇതൊക്കെ ഒരു നിർബന്ധമാക്കേണ്ട കാര്യമാണ്. ഇതിപ്പോൾ നമ്മുടെ ഗവൺമെന്റ് റൂളോ നമ്മൾ ചെയ്യണമെന്ന് നിർബന്ധം അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഇതൊക്കെ നമ്മുടെ സ്വയം ഉത്തരവാദിത്തമാണ്. ഇതുപോലുള്ള പകരുന്ന അസുഖങ്ങളൊക്കെ നമുക്കുണ്ടോ എന്നറിയാനായിട്ട് ഒരു ടെസ്റ്റ് ചെയ്യണത് എപ്പോഴും നല്ലതാണ്. നമ്മളൊരു രാജ്യത്തേക്ക് പോകുമ്പോൾ, ഇപ്പം ഞങ്ങൾ ഓസ്ട്രേലിയയിലേക്ക് ഇവിടേക്ക് പോരുമ്പോൾ നമുക്ക് വിസയ്ക്ക് വെക്കുമ്പോൾ വിസ കിട്ടണമെങ്കിൽ നമ്മളിവിടെ HIV ടെസ്റ്റ് അതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം. അതൊന്നുമില്ലെന്ന് ഉറപ്പുണ്ടായാൽ മാത്രം നമുക്ക് വിസ കിട്ടുള്ളൂ. അതുപോലെ തന്നെയാണ് ഒരു കല്യാണം എന്ന് പറഞ്ഞ സംഭവം. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ഒരാളുടെ ജീവിതം വേറൊരാളുടെ ജീവിതം കൂടി ബന്ധപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും HIV ടെസ്റ്റുകൾ ചെയ്യാം. എല്ലാ രാജ്യങ്ങളിലും ഇപ്പോൾ HIV കേസുകൾ വളരെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. മിഡിൽ ഈസ്റ്റിലാണെങ്കിലും യൂറോപ്യൻ കൺട്രീസിലാണെങ്കിലും ഓസ്ട്രേലിയയിലാണെങ്കിലും എല്ലാ രാജ്യങ്ങളിലും, ബ്രസീലിലാണെങ്കിലും. കാരണം പ്രത്യേകിച്ച് ഇപ്പോൾ യൂറോപ്പിലും മിഡിൽ ഈസ്റ്റിലും ആണ് ഇത് ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കണേ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് റിഫ്യൂജികൾ അല്ലെങ്കിൽ സെക്സ് വർക്കേഴ്സ് ലാറ്റിൻ അമേരിക്കൻ കൺട്രികളിൽ നിന്നും ബ്രസീലിലൊക്കെ ഒരുപാടുണ്ട് ഇങ്ങനത്തെ കേസുകൾ. അപ്പോൾ അവരൊക്കെ ഒരുപാട് ആളുകൾ ഈ പറയുന്ന യൂറോപ്യൻ കൺട്രീസിലേക്കും ഇതിനൊക്കെ വേണ്ടിയിട്ട് അവർ പൈസ വളരെ ഈസി ആയിട്ട് മേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല ഇതായിരുന്നു അവർ തിരിച്ചറിഞ്ഞുകൊണ്ട് അവർ ഈ തൊഴിൽ മേഖലയിൽ ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ UK 10 വർഷം ഉണ്ടായ ഒരാളാണ്, അതുകൊണ്ട് എനിക്കറിയാം. ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ്. അപ്പോൾ ഒരുപാട് ഇങ്ങനത്തെ കേസുകളുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെയൊക്കെയും ഈ പറയണ പോലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ സൂക്ഷിക്കുക. സ്വയം ഒരു ചിന്ത ഉണ്ടാവുക, ഒരു സെൽഫ് റെസ്പെക്റ്റ് എന്നുള്ള സംഭവം ഉണ്ടാവുക. ഇങ്ങനത്തെ കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ ടെസ്റ്റ് മസ്റ്റായിട്ടും ചെയ്യാം. നിങ്ങളുടെ വിലപ്പെട്ട ഒരു 3 മിനിറ്റ് ഈ വീഡിയോ കാണാൻ വേണ്ടി ചെലവഴിച്ചതിന് ഒരുപാട് നന്ദി.